Today we will discuss about line integrals in space. അപ്പോൾ നമ്മൾ പ്ലെയിനിലെ ലൈൻ ഇൻ്റഗ്രലാണ് മുന്നേ കണ്ടത്. അപ്പോൾ ഇവിടെ സ്പേസിലെ ലൈൻ ഇൻ്റഗ്രൽ എങ്ങനെ കാണും, അതിനുള്ള ഇക്വേഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. Let's see be a smooth curve in 3 space defined by the parametric equations x equal to f of t, y equal to g of t, z equal to h of t, where a less than or equal to t less than or equal to b. Then line integrals of a function g of x, y, z along a curve c with respect to x, y, z and s are evaluated by using these equations. അപ്പോൾ ഇക്വേഷൻസ് ഓരോന്നായിട്ടായി നമുക്ക് പറയാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ കാണുന്നതെങ്കിൽ ഇക്വേഷൻ ഇതാണ്: ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി. ടി വേരി ചെയ്യുന്നത് എ ടു ബി ആണ്. അപ്പൊ ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. പ്ലെയിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു വേരിയബിളും കൂടെ എക്സ്ട്രാ വന്നേ ഉള്ളൂ. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ സെഡ് ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഡി വൈക്ക് പകരം ജി ഡാഷ് ഓഫ് ടി ഡി ടി വന്നു. അതുപോലെ ഡി സെഡിന്റെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി കോമ എച്ച് ഓഫ് ടി ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ടി ഡി ടി. ഇനി വിത്ത് റെസ്പെക്ട് ടു എസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 വേരിയബിളിന്റെ കേസിലാവുമ്പോൾ ഇവിടെ 2 ഫംഗ്ഷൻസേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇത് 3 വേരിയബിളിൻ്റെ ആയതുകൊണ്ട് 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി ഇൻറ്റു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി. അപ്പം ഇതാണ് നമ്മുടെ ലൈൻ ഇൻ്റഗ്രൽസ് കാണാനായിട്ട്, സ്പേസിലെ ലൈൻ ഇൻ്റഗ്രൽസ് കാണാനായിട്ടുള്ള 3 ഇക്വേഷൻസ്. അപ്പം ഇത് വെച്ച് നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. 2 വേരിയബിളിന്റെ കേസ് പോലെ തന്നെയാണ് ഇവിടെ പ്ലെയിൻ്റെ കേസ് പോലെ തന്നെയാണ് സ്പേസിലും. ജസ്റ്റ് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് സി ഡിനോട്ട് ദ കർവ് ഡിഫൈൻഡ് ബൈ എക്സ് ഈക്വൽ ടു 1/3 ടി ക്യൂബ്, വൈ ഈക്വൽ ടു ടി സ്ക്വയർ, സെഡ് ഈക്വൽ ടു 2t, where 0 less than or equal to t less than or equal to 1. Then evaluate the following line integrals. First one, integral over c 4xyz dx. Second one, integral over c 4xyz dy. Third one, integral over c 4xyz dz. And last one, integral over c 4xyz ds. അപ്പൊ ഈ ഓരോ മെത്തേഡിലുള്ള ചെയ്താൽ മതി. ബാക്കിയുള്ള 2-3 നമുക്ക് അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇക്വേഷൻസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലെ. അപ്പോൾ എ പാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. അപ്പൊ ഹിയർ ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വൽ ടു 4xyz. ജി ഓഫ് എക്സ് വൈ സെഡ് ഇക്വൽ ടു 4xyz. ഇനി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ എക്സിനെ എഫ് ഓഫ് ടി ആയിട്ടായിരുന്നു എടുത്തത്. അപ്പൊ എഫ് ഓഫ് ടി ഇക്വൽ ടു എന്ത് കിട്ടി? 1/3 ടി ക്യൂബ്. അടുത്തത് ജി ഓഫ് ടി. ജി ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ആണ്, വൈ ആണ് ജി ഓഫ് ടി. അപ്പൊ അത് ടി സ്ക്വയർ വന്നു. അടുത്തത് എച്ച് ഓഫ് ടി. എച്ച് ഓഫ് ടി ഈക്വൽ ടു 2t, 0 less than or equal to t less than or equal to 1. ഇനി നമുക്ക് ഇതൊക്കെ കാണണം, dx കാണണം. then dx ഈക്വൽ ടു dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ടി ഡി ടി ആണ് അല്ലെ. dx ഈക്വൽ ടു f dash of t dt
കാരണം എക്സ് ആണ് ഇവിടെ എഫ് ഓഫ് ടി, വൈ ആണ് ജി ഓഫ് ടി, അതുപോലെ സെഡ് ആണ് എച്ച് ഓഫ് ടി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് 3 × 1/3 ടി സ്ക്വയർ. അപ്പോൾ 3/3 എന്ന് പറയുന്നത് 1 ആയിപ്പോ നമുക്ക് ടി സ്ക്വയർ ഡി ടി. ഇതുപോലെ ഡി വൈ എന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഓഫ് ടി ഡി ടി. ജി ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്തൊരും ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t dt. നെക്സ്റ്റ് നമ്മൾ ഡി ഇസഡ് എച്ച് ഡാഷ് ഓഫ് ടി ഡി ടി. എച്ച് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തൊരു 2 വരും, 2 ഡി ടി. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി ലാസ്റ്റ് ഒരു ഡി എസും കൂടി ഉണ്ട് അല്ലേ. ആൻഡ് ഡി എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി. അപ്പൊ എഫ് ഡാഷ് ഓഫ് ടി എന്താ നമുക്ക് കിട്ടിയത്? ടി സ്ക്വയർ. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ t⁴ പ്ലസ് ജി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 2t ആണ് കിട്ടിയത്. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4t² പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ 4 റൂട്ട് ഓഫ് t⁴ പ്ലസ് 4t² പ്ലസ് 4 dt. അപ്പൊ നമുക്ക് ഡി എസും കിട്ടി. ഇതിന് നമുക്ക് റൂട്ട് കണ്ടിട്ട് വേണമെങ്കിൽ എഴുതാം. ഇതിന്റെ റൂട്ട് കാണാനായിട്ട് എന്താ ചെയ്യാം? ഇതിനെ നമുക്ക് t² പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? t² പ്ലസ് 2 ഹോൾ സ്ക്വയർ ആണിത് അല്ലെ. t² പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? t² സ്ക്വയർ t⁴ പ്ലസ് 2 × 2 × t², 4t² പ്ലസ് 2ന്റെ സ്ക്വയർ 4. അപ്പൊ അതിന്റെ സ്ക്വയർ ആണിത്, ഈ റൂട്ടിനുള്ളിലുള്ളത്. അപ്പൊ റൂട്ടും കൂടെ എടുക്കുമ്പോൾ എന്ത് വരും? t² പ്ലസ് 2 dt എന്ന് വരും. t² പ്ലസ് 2 dt എന്ന് കിട്ടും. അതിനെ മാറ്റി എഴുതിയാൽ മതി. which is equal to t² പ്ലസ് 2 dt. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് എഴുതാം. റൂട്ട് നമുക്ക് ഒഴിവായി കിട്ടി. ബാക്കി t² പ്ലസ് 2 dt. ഇനി നമുക്ക് ഓരോ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് എ പാർട്ട്, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ എക്സിനും വൈക്കും സെഡിനും ടീന്റെ ഫങ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും വേണം. അപ്പൊ നമ്മള് ഫസ്റ്റ് എ ആണ് ചെയ്യാൻ പോകുന്നത്. എ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സി 4xyz dx which is equal to integral over c g of xyz dx ആണ്. അപ്പൊ ഇവിടെ g എന്ന് പറയുന്നത് നമ്മള് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടിന്റെ കേസിൽ എഴുതും. അപ്പൊ നമുക്ക് ടി വേരി ചെയ്യുന്നത് a to b ആണ്. which is equal to g of ഇക്വേഷൻ എഴുതുവാണ് f of t, g of t, h of t into dxന് പകരം f dash of t dt. ഇനി നമ്മള് എയും ബിയും ഒക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു? അതും കൂടെ ഒന്ന് ജസ്റ്റ് ആ നോട്ട് ചെയ്യുന്നതിൽ എഴുതിക്കോട്ടോ. എ എന്ന് പറഞ്ഞാൽ ടി വേരി ചെയ്യുന്നതാണ് 0 to 1 ആണ്. അപ്പൊ ഇന്റഗ്രൽ 0 to 1 ജി ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? 4 നമുക്ക് പുറത്തെടുക്കാം. എക്സ് വൈ സെഡ് ആണ്. അപ്പൊ എക്സിന് പകരം നമ്മൾ എഫ് ഓഫ് ടി കൊടുക്കുക. എക്സ് എന്താ തന്നിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു 1/3 t³. വൈ എന്ന് പറഞ്ഞാല് t². സെഡ് എന്ന് പറഞ്ഞാല് 2t. എഫ് ഡാഷ് ഓഫ് ടി എത്രയാ കിട്ടിയത് നമുക്ക്?
എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇൻറ്റു ടി സ്ക്വയർ ഡി ടി. ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ കോൺസ്റ്റൻസ് ഒക്കെ നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ 4 × 2 8/3 ഇൻ്റഗ്രൽ 0 to 1 ടി ക്യൂബ്. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 3 ഉണ്ട്, 2 5i 6 8 ടി റേസ് ടു 8 ഡി ടി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? 8/3 ടി റേസ് ടു 9/9 0 to 1. അപ്പോൾ നമ്മൾ 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 8/3 ഇൻറ്റു 1/9. 0 എടുത്തു കഴിഞ്ഞാൽ 0. അപ്പം ഇങ്ങനെ കിട്ടും. അപ്പം എന്ത് കിട്ടും? 8/9 ഇൻറ്റു 3 27. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഇൻ്റഗ്രൽ ഓവർ സി ഫോർ എക്സ് വൈ സെഡ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് സിമ്പിൾ ഫംഗ്ഷനാണ്. എക്സ് വൈ സെഡിൻ്റെ കേസിലുള്ള ഫംഗ്ഷനാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടും. അപ്പം ബാക്കി 3 ഇക്വേഷൻസും ഇതുപോലെ നമ്മൾ എക്സിനെയും വൈൻ്റെയും സെഡിൻ്റെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റി, എല്ലാം ടീൻ്റെ വേരിയബിളിലേക്ക് മാറ്റി. അപ്പം അതിനുള്ള വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ നമ്മൾക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താലും മതി. അപ്പോൾ ബാക്കി 3 ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. ഇനി ഇതേപോലെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി y dx plus z dy plus x dz where c consists of line segments from point 0, 0, 0 to 2, 3, 4 and from 2, 3, 4 to 6, 8, 5. അപ്പോൾ ഈ ലൈൻ സെഗ്മെന്റിൽ ആണ് നമ്മുടെ കേർവ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. സി എന്ന് പറഞ്ഞ കേർവ് ഈ ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് ആ ലൈൻ സെഗ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ ലൈൻ സെഗ്മെന്റിന്റെ വെക്റ്റർ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുന്നേ പഠിച്ച കുറേ കാര്യങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റത്തെ ലൈൻ സെഗ്മെന്റിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റത്തെ ലൈൻ സെഗ്മെന്റിനെ നമ്മൾ C1 എന്ന് കൊടുത്തു. അതൊരു കേർവ് ആണ്. അപ്പോൾ അത് C1 ആയിട്ട് എടുത്തു. ലെറ്റ് C1 denote the line segment from 0, 0, 0 to 2, 3, 4. C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 0, 0 തൊട്ട് 2, 3, 4 വരെയുള്ള ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പോൾ C1ന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് വെക്റ്റർ ഇക്വേഷൻ ഫോം ചെയ്യാം. 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ ആ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ വെക്റ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇത് x1 ഇത് x2 ആണെങ്കിൽ x2 മൈനസ് x1 i പ്ലസ് y2 മൈനസ് y1 j അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് C1 എന്ന് പറയുന്നത് പാരലൽ ടു ആ വെക്റ്റർ എന്ന് എഴുതാൻ പറ്റും. ദെൻ C1 ഈസ് പാരലൽ ടു ദ വെക്റ്റർ. അപ്പോൾ കറസ്പോണ്ടിങ് ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന വെക്റ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ വെക്റ്റർ എന്ന് പറയുന്നതാണ് 2 മൈനസ് 0 i പ്ലസ് 3 മൈനസ് 0 j പ്ലസ് 4 മൈനസ് 0 k. That is 2i plus 3j plus 4k. അപ്പോൾ ഇതാണ് നമ്മുടെ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെക്റ്ററിന്റെ പ്രത്യേകത എന്താണ്? ഈ വെക്റ്റർ എന്ന് പറയുന്നത് 0, 0, 0 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻഡ് പാസസ് ത്രൂ ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലൊരു പോയിന്റ് എടുത്തതാണ്. ആൻഡ് പാസസ് ത്രൂ 0, 0, 0. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വെക്റ്റർ ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ എഴുതാം. നമുക്ക് ഒരു വെക്റ്റർ തന്നിട്ടുണ്ട്. ഈ വെക്റ്റർ
പാരലൽ ടു അല്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു C1 ആൻഡ് പാസസ് ത്രൂ 0, 0, 0 എന്ന് പറഞ്ഞ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് എഴുതാലോ. എങ്ങനെയായിരുന്നു? x ഈക്വൽ ടു ഇത് x0 y0 z0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഇതാണ് വരിക. Then the parametric equation is given by x equal to x0 plus 2t. ഇവിടെ x0 ഇതാണ്. ഇനി അതുപോലെ y equal to y0 എന്ന് പറഞ്ഞാൽ 0 plus 3t. അടുത്തത് z equal to z0 plus 4t. അപ്പൊ എന്ത് വരും? Hence the parameterization of the line segment C1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? x equal to 2t, y equal to 3t, z equal to 4t. ഇനി ഈ t എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? നമ്മുടെ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ 0, 0, 0 തൊട്ട് 2, 3, 4 വരെയാണ് നിൽക്കേണ്ടത് അല്ലെ. അപ്പോൾ ടിക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം? 0, 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടണം. അതുപോലെ ടിക്ക് അടുത്തൊരു വാല്യൂ കൊടുക്കുമ്പോൾ 2, 3, 4 എന്ന് കിട്ടണം. അപ്പോൾ ആ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടി വേരി ചെയ്യുന്ന പോയിന്റുകൾ കിട്ടും. എന്ന് വെച്ചാൽ 0, 0, 0 കിട്ടാൻ വേണ്ടി നമുക്ക് ടിക്ക് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി അല്ലേ. 0 കൊടുത്താൽ നമുക്ക് ഈ പോയിന്റ് കിട്ടും. അപ്പോൾ ഇതാണ് ലോവർ ബൗണ്ട്. ടി എന്ന് പറഞ്ഞതിന്റെ ലോവർ ബൗണ്ട്. അപ്പർ ബൗണ്ട് കിട്ടാൻ വേണ്ടി 2, 3, 4 കിട്ടാൻ വേണ്ടി എന്ത് കൊടുക്കണം? 1 കൊടുത്താൽ മതി അല്ലേ. അപ്പം ടി എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് 0 to 1 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ കാണാൻ, ലൈൻ ഇന്റഗ്രൽ കാണാനായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരു കർവിന്റെ ആയിട്ടുള്ളൂ, ഒരു ലൈൻ സെഗ്മെന്റിന്റെ ആയിട്ടുള്ളൂ. അടുത്ത ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷനും ഇതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കാം. അടുത്ത ലൈൻ സെഗ്മെന്റ് നമുക്കറിയാം. അതിനെ നമ്മൾ C2 ആയിട്ട് എടുക്കുക. C2 എന്ന് പറയുന്നത്, let C2 denote the line segment from 2, 3, 4 to 6, 8, 5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ C1 പാരലൽ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കാം. Then C1 is parallel to the vector. Sorry, C2 is parallel to the vector. ഏത് വെക്ടർ ആണ്? 6 minus 2 I plus 8 minus 3 j plus 5 minus 4 k. That is 6 minus 2 എന്ന് പറഞ്ഞാൽ 4 I plus 5 j plus ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് k മാത്രമേ ഉള്ളൂ. അപ്പോൾ C2 is parallel to 4i plus 5j plus k and passes through ഈ രണ്ട് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റാണ് ഇപ്പൊ എടുക്കുന്നത്. and passes through 2, 3, 4. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് എഴുതാലോ. hence its parametric equation is x equal to ഇത് x0 ആണ്. അപ്പോൾ 2 plus 4t, y equal to 3 plus ഇവിടുത്തെ 5t, z equal to 4 plus t. അപ്പൊ ഇതാണ് നമ്മുടെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ടി വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? അപ്പൊ നമുക്ക് ഈ 2, 3, 4 കിട്ടാനായിട്ട് ടി എന്ന് പറഞ്ഞാൽ 0 കൊടുത്താൽ മതി അല്ലെ. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്കിനി 6, 8, 5 കിട്ടണം. അപ്പൊ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 4 plus 2 6, ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 5 plus 3 8, ഇവിടെ 4 plus 1 5. അപ്പൊ നമുക്ക് 1 കൊടുത്താൽ മതി. അപ്പൊ ടി വേരി ചെയ്യുന്നത് 0 to 1 തന്നെ. രണ്ട് സ്ഥലത്തും ടി വേരി ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ പാരാമെട്രിക് ഇക്വേഷനും കിട്ടി. രണ്ട് കർവിന്റെയും അതുപോലെ രണ്ട് ലൈൻ സെഗ്മെന്റിന്റെയും പാരാമെട്രിക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് സം ചെയ്താൽ മതി. അപ്പോൾ ഓരോ C1ലും
C2ലും നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. മൊത്തം ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. ഇപ്പം രണ്ട് ലൈൻസിൻ്റെയും ഇക്വേഷൻസ്, പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഓൺ C1ൽ എക്സ് എന്ന് പറയുന്നത് 2t, y ഈക്വൽ ടു 3t, z ഈക്വൽ ടു 4t ആൻഡ് ടി എന്ന് പറഞ്ഞ വേരി ചെയ്യുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. dx ആവശ്യമുണ്ട്, dy ആവശ്യമുണ്ട്, dz. അപ്പം dx ഈക്വൽ ടു എന്ത് കിട്ടും? ഇതിൻ്റെ ഡെറിവേറ്റീവ് 2dt, dy ഈക്വൽ ടു 3dt, dz ഈക്വൽ ടു 4dt. അപ്പം ഇത്രയും വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C1 y dx പ്ലസ് z dy പ്ലസ് x dz കണ്ടുപിടിക്കാം. അപ്പോൾ C1 ഇവിടെ വേരി ചെയ്യുന്നത് t ആണ്. അപ്പോൾ t എന്ന് പറഞ്ഞാൽ 0 to 1 ആണ് വേരി ചെയ്യുന്നത്. ഇനി y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3t ആണ്. അതുപോലെ y dx ആണ്. dx എന്ന് പറയുന്നത് 2dt. എല്ലായിടത്തും dt ഉണ്ടാവും, അത് ലാസ്റ്റ് കോമൺ ആയിട്ട് എടുത്താലും മതി. ഇനി അടുത്തത് z എന്ന് പറയുന്നത് 4t, z dy എന്ന് പറയുന്നത് 3dt, പിന്നെ x എന്ന് പറയുന്നത് 2t ഇൻറ്റു dz 4dt. അപ്പോൾ ഇതിൽ dt കോമൺ ആയിട്ടുള്ളത് എടുക്കുക. അതുപോലെ കോൺസ്റ്റൻസ് നമുക്ക് ഇവിടെ പുറത്തെടുക്കാം. കോൺസ്റ്റൻസ് 3 × 2 6. ഓരോ കേസിലും വരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ എടുക്കണ്ട, നമുക്ക് dt മാത്രം അങ്ങനെ പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ 0 to 1 ഇവിടെ എന്ത് വരും? 60 പ്ലസ് 3 × 4 12t പ്ലസ് 4 × 2 8t dt. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 12 പ്ലസ് 8 20 26t വരും അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 26t dt. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 26t²/2 0 to 1 വരും. അപ്പം നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 26/2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. അപ്പം C1ൻ്റെ കേസിൽ നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 13 ആണ് കിട്ടി. അടുത്ത് ഇതേപോലെ C2ൻ്റെ കേസിലും ചെയ്യാം. അപ്പോൾ C2 on C2 x എന്ന് പറയുന്നത് എന്തായിരുന്നു? 2 + 4t, y ഈക്വൽ ടു 3 + 5t, z ഈക്വൽ ടു 4 + t and t varies from 0 to 1 തന്നെ. ഇനി dx ആവശ്യമുണ്ട്. dx എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4dt തന്നെ. ഇത് 2 കോൺസ്റ്റന്റ് ആണല്ലോ. അടുത്ത dy 5dt, dz dt തന്നെ. അപ്പം ഇത്രയും വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ C2 y dx പ്ലസ് z dy പ്ലസ് x dz ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ 0 to 1 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y എന്ന് പറയുന്നത് 3 + 5t, dx എന്ന് പറയുന്നത് നമുക്ക് 4dt പ്ലസ് z എന്ന് പറയുന്നത് 4 + t dy എന്ന് പറഞ്ഞാൽ 5dt പ്ലസ് x എന്ന് പറയുന്നത് 2 + 4t, dz എന്ന് പറയുന്നത് dt. ഇപ്പം dt എല്ലായിടത്തും കോമൺ ആണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ആഡ് ചെയ്തിടാം. ഇൻ്റഗ്രൽ 0 to 1
ഇവിടെ 4 into 3 12 plus 5 into 4 20t plus 5 into 4 20 plus 5t plus 2 plus 4t dt. അപ്പോൾ ടോട്ടൽ കോൺസ്റ്റൻറ്റും ടീൻ്റെ ടൈം ആഡ് ചെയ്യാം. നമുക്കിവിടെ എന്ത് വരും 20 plus 5 25 29 t plus 12 plus 20 32 plus 2 34 dt. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക 29 t square by 2 plus 34 t. ലിമിറ്റ് 0 to 1. ഇനി ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 0 കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം 0 ആയിപ്പോൾ ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും 29/2 plus 34. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുക 29 plus 34 into 2 എന്ന് പറയുമ്പോൾ 68. 29 plus 68 എന്ന് പറയുമ്പോൾ 97 divided by 2. അപ്പോൾ ഇതാണ് നമ്മുടെ C2ൻ്റെ കേസിലുള്ള ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലൈൻ ഇൻ്റഗ്രൽ ആണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ ഈ ലൈനിൻ്റെ മൊത്തമായിട്ട് കാണണം. അപ്പോൾ അതിന് രണ്ടും കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സിൻസ് C ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മൂത്ത് കർവ്സ് C1 ആൻഡ് C2. C എന്ന് പറയുന്നത് C1ഉം C2ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ്. കമ്പോസ്ഡ് ഓഫ് സ്മൂത്ത് കർവ്സ് C1 ആൻഡ് C2. അപ്പോൾ അതുപോലെ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് C1ൻ്റെ ലൈൻ ഇൻ്റഗ്രലും C2ൻ്റെ ലൈൻ ഇൻ്റഗ്രലും തമ്മിൽ ആഡ് ചെയ്താൽ മതി. Therefore, the integral over C is equal to the sum of integrals over C1 plus sum over C1 and C2. Therefore, integral over C y dx plus z dy plus x dz equal to integral over C1 y dx plus z dy plus x dz plus integral over C2 y dx plus z dy plus x dz which is equal to ഫസ്റ്റ് നമുക്ക് കിട്ടിയത് 13 ആണ്. സെക്കൻഡ് വൺ നമുക്ക് 97/2. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. 13 into 2 എന്ന് പറയുമ്പോൾ 26 പ്ലസ് 97 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 123 divided by 2. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ലൈൻ സെഗ്മെന്റ് തന്നു കഴിഞ്ഞാൽ രണ്ട് കേർവിലും ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക, അത് ആഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ. നമ്മൾ മുന്നേ പഠിച്ച റിമാർക്കിൽ അതുപോലെ തന്നെയാണ്. പിന്നെ അടുത്തൊരു കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസും നമ്മൾ 2 വേരിയബിളിൻ്റെ കേസ് അല്ലെങ്കിൽ പ്ലെയിനിൻ്റെ കേസ് നമ്മൾ പഠിച്ചപ്പോൾ അതുമായിട്ട് ഒത്തിരി വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ, ഒരു വേരിയബിൾ എക്സ്ട്രാ വരുന്നത് മാത്രമേ ഉള്ളൂ.